ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് നിങ്ങളെല്ലാവരും നൽകിയ പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്നും ഇതിൻ്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷവും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. നമ്മൾ 2 ദിവസവും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിൽ പാനലുകൾ, പ്രോഗ്രാമിൻ്റെ ഘടന, സംഘാടനം എല്ലാം തന്നെ വരുന്നവരിലെല്ലാം തന്നെ നല്ല സംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തലേദിവസം സ്പീക്കേഴ്സുമായിട്ടുള്ള ഡിന്നർ മീറ്റിംഗും പങ്കെടുത്തു. പിന്നെ ആദ്യത്തെ ദിവസം 2 മീറ്റിങ്ങുകൾ, ലഞ്ച് ഓൺ മീറ്റിംഗ്, ഡിന്നർ ഓൺ മീറ്റിംഗ് 2 പങ്കെടുത്തു. പിറ്റേ ദിവസം ഒരു മീറ്റിംഗ്, 4 അത്തരത്തിലുള്ള വിപുലമായ ഗ്രൂപ്പ് മീറ്റിംഗ്സിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുണ്ടായി. അതിലെല്ലാം കൂടുമ്പോൾ ഒരു 10-300ഓളം പേരുമായിട്ട് ആ യോഗങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആശയവിനിമയം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ഇതിൻ്റെ പരിമിതിക്കകത്തും എന്നുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട്. നമ്മൾ 4 റൗണ്ട് ടേബിളുകളാണ് സംഘടിപ്പിച്ചിരുന്നത്. അതിൽ 2 മുഖ്യമന്ത്രി പൂർണ്ണമായും പങ്കെടുത്തു. ഒന്ന് GCC, മറ്റൊന്ന് IT സംബന്ധിച്ചുള്ള റൗണ്ട് ടേബിൾ. പിന്നെ അദ്ദേഹം ഏകദേശം ഒരു 50ലധികം ഇൻവെസ്റ്റേഴ്സുമായിട്ട് 1-to-1 യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട EOEകൾ അവർ CMന് തന്നെ കൈമാറിയിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അതെല്ലാം നല്ല ഒരു കോൺഫിഡൻസ്. ഇത്രയും ആക്സസിബിളാണ് നമ്മുടെ സംവിധാനം. മറ്റ് പല സംസ്ഥാനങ്ങളും പോയ ആളുകളെല്ലാം പറഞ്ഞത് ഇത്രയും സമയം മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെലവഴിച്ച് കാണുന്നു, സെഷനുകളിൽ പങ്കെടുക്കുന്നു, അതൊരു പുതിയ അനുഭവമാണെന്ന് അവർ തന്നെ പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ മറ്റ് മന്ത്രിമാർ സാധ്യമാകുന്നിടത്തോളം അവരും വന്നിരുന്നു. അവരും അത്യാവശ്യം പരിപാടിയിൽ പങ്കെടുത്തു. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ 2 പേർ, ഇതുകൂടാതെ നമ്മുടെ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ വന്നതും നല്ലൊരു ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട 1,52,000 കോടി രൂപയുടെ കൃത്യമായിട്ട് ഇന്നെല്ലാം പറഞ്ഞല്ലോ. ഇത് കൂടാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം അതിനുശേഷം അവിടെ വെച്ചിട്ട് $500 മില്യൺ പ്രപ്പോസലാണ് ഷെറി ഹോൾഡിങ്സ് അതിനുശേഷം നടത്തിയത്. പിന്നെ ഷെറി ഹോൾഡിങ്സ്, സ്പോർട്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു 500 കോടിയുടെ പ്രപ്പോസൽ വേറെ വന്നിട്ടുണ്ട്. പിന്നെ EF കൺസ്ട്രക്ഷൻസിൻ്റെ ഒരു വലിയ സിറ്റി രൂപീകപ്പെടുന്ന 2,500 കോടിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ RP ഗ്രൂപ്പ് 2,000 കോടിയാണ് അവിടെ പ്രഖ്യാപിച്ചെങ്കിൽ അവർ 4,000 കോടിയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ടായി.